എൻ്റെ ആത്മകഥ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ഞാൻ എൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഇത് കാണണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റുകളും വേണം. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പങ്കുവയ്ക്കാം. ഓരോ ദിവസവും നിങ്ങളെല്ലാവരും അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരും കാണണം, അത് കേൾക്കണം. കേൾക്കാനായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ആ അഭിപ്രായങ്ങളെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തണം. എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാകും പല പല ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചവരായിരിക്കും. നല്ലതും ചീത്തയുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും ഞാൻ എൻ്റേത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ വർഷങ്ങളുടെ കഥകളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കേട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. അങ്ങനെ ഓരോ ദിവസവും ഏകദേശം കുറച്ച് സമയം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാടെന്ന് പറയുന്ന പമ്പയാറിൻ്റെ തീരത്ത് ഒരു ചെറിയ ഗ്രാമമുണ്ട്, പാണ്ടനാട്. ആ പാണ്ടനാടിലാണ് ഞാൻ ജനിച്ചത്. 1955 എൻ്റെ ജനനം. ഞാൻ ഒരു ചെറിയ സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. എന്നോടൊപ്പം എൻ്റെ സഹോദരങ്ങൾ 5 പേരും മേലെയുണ്ട്. 6ാമത്തേതായിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ ജനിച്ചത്. അച്ഛൻ കൂലിപ്പണി പറഞ്ഞ കാർപ്പൻ്ററായിരുന്നു. ജോലി ചെയ്തിട്ട് അന്ന് കിട്ടുന്ന വെറും തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വളരെയേറെ പ്രയാസങ്ങൾ, ഞങ്ങളെ എത്രയേറെ പഠിപ്പിക്കാനും വളർത്തി വലുതാക്കിക്കൊണ്ട് വരാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 6 മക്കൾ, 4 പെണ്ണും 2 ആണും. എനിക്ക് 3 സഹോദരിമാരും 2 സഹോദരന്മാരുമാണ് എൻ്റെ കുടുംബത്തിലുള്ളത്. വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ പോലും എല്ലാവരും നല്ല സന്തോഷത്തിൽ ഞങ്ങൾ കഴിഞ്ഞു. എനിക്കൊരു 10-12 വയസ്സോളം ഉള്ളപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു ഇടിയും മഴയും വന്ന് വലിയൊരു ഇടി വെട്ടി എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. അമ്മ വയ്യാണ്ടായി, ഇടി വെട്ടിയതാണ്. അങ്ങനെ അമ്മ ഒരു രോഗിയായി മാറി. വയ്യാത്ത അമ്മയും കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് ജീവിച്ചു. സഹോദരങ്ങളെല്ലാവരും തന്നെ, ചേച്ചിമാർ 2 ചേച്ചിമാരും അതിൻ്റെ താഴെ ഒരു സഹോദരനുമാണ്. ചേച്ചിമാരെയൊക്കെ 2 പേരെയും കല്യാണം കഴിപ്പിച്ചു. അതിന് ശേഷം പത്തനംതിട്ടയിലാണ് 2ാമത്തെ ചേച്ചിയെ കല്യാണം കഴിച്ചത്. ചേച്ചി ഒരു ടീച്ചറായി. ചേച്ചിയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ പാണ്ടനാടിൽ നിന്ന് സ്ഥലം മാറി പത്തനംതിട്ടയിലേക്ക് വേറെ വീടും സ്ഥലവും മേടിച്ച് നമ്മളവിടേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് മുൻപത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠനകാലങ്ങളിൽ എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചേച്ചിമാരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ബാക്കി എൻ്റെ ചുമതലയായിരുന്നു എൻ്റെ അമ്മയൊക്കെ നോക്കുക എന്നുള്ളത്. അമ്മ വയ്യാതെ കിടക്കുന്നതാണ്. വളരെയേറെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ 10-16 കിലോമീറ്ററോളം നടന്നിട്ടും പുഴ കടന്നിട്ടും ഒക്കെ വേണമായിരുന്നു എനിക്ക് സ്കൂളിൽ പോകാൻ. അന്ന് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീട്ടിലാണ്. അടുപ്പിൽ തീ പൂട്ടിയിട്ട് ആ വെളിച്ചത്തിരുന്നിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്.